കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഹലോ, ഗുഡ് ഈവനിങ്. എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ക്ലോക്കിലെ ബാറ്ററി വർക്ക് ചെയ്യണില്ല എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ടോ? കുറെ നേരമായി ക്ലോക്കിലേക്ക് നോക്കണു. സ്റ്റാർ മാജിക് എന്താ തുടങ്ങാത്തെ? സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താ അനങ്ങാത്തെന്നൊക്കെ വിചാരിക്കണ്ടെങ്കിലേ നിങ്ങളുടെ ക്ലോക്ക് കറക്റ്റ് തന്നെയാണ് കേട്ടോ. അത് പതുക്കെ പതുക്കെ ഓടണമെന്ന് ഇങ്ങനെ തോന്നും. എക്സൈറ്റ്മെന്റ് കൂടുന്നുണ്ടോ? സ്റ്റാർ മാജിക് തുടങ്ങേണ്ട സമയം ദാ ആവുകയാണ്. വെൽക്കം ഓൾ ഓഫ് യു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 90+ വിമൻ ഓൺട്രപ്രണറിനെ കുറിച്ചാണ്. അതായത് സാമ്പത്തികമാണ് നിങ്ങളുടെ ഒരു ബിസിനസ് സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറും 65,000 ഇൻവെസ്റ്റ്മെന്റിൽ, അതായത് മുതൽ മുടക്കില് യാതൊരു ഡിപ്പോസിറ്റും ഇല്ലാതെ 90+ന്റെ മിനി ഡീലർ ഹബ്ബുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതായത് സ്വന്തം നാട്ടില് അഭിമാനത്തോടു കൂടി സ്വന്തം ബിസിനസ് ആരംഭിക്കാം. അതായത് ഇന്ത്യയില് അതിവേഗം വളരുന്ന എഡ്യൂടെക് ബിസിനസിന്റെ ഭാഗമാവാനായിട്ട് www.mytutionapp.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ജങ്ക ചക്ക ചക്ക എപ്പിസോഡിലേക്ക് നമുക്ക് ആ ജങ്ക ചക്ക ആൾക്കാരെയൊക്കെ വെൽക്കം ചെയ്യല്ലേ. സോ ലെറ്റ്സ് വെൽക്കം ദ എൻഡ് ടീം ടു സ്റ്റാർ മാജിക്. വെൽക്കം ടു സ്റ്റാർ മാജിക്. വന്നിട്ടല്ലോ. ഡ്രസ്സിംഗ് സെൻസിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഗേൾസ് ആണ് നമ്മുടെ ഷോയിൽ ഏറ്റവും അധികം ഹൈ ഓൺ എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചേട്ടന്മാരെ കട്ടക്കാണല്ലോ. യുവ വെൽക്കം. കുറച്ച് നാളായി കണ്ടിട്ട്. അതിനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരെ ഡാൻസ് കളിച്ചല്ലോ, ഇവര് അങ്ങേയറ്റം ബാൻഡ് സെറ്റുകാരനെ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താ ഒരാള് നിൽക്കുന്നു, പുതിയ ആളിനെ പരിചയപ്പെടുത്തി. ബാൻഡ് സെറ്റുകാരനല്ലേ? അയ്യോ ക്ലാസ്സക്കൂര് ചേട്ടാ, ഈ മാറ്റം എവിടെയായിരുന്നു ചേട്ടൻ ഇത്ര നാള്? ഒരു മനുഷ്യന് മാറ്റമാവാ, എത്രയൊക്കെ ഒരു തമിഴ് പടത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു. എന്നിട്ട് തിരിച്ചു കിട്ടോ? അല്ല, ഞാൻ ചോദിച്ചതാ. തമിഴ് പടത്തിൽ അഭിനയിച്ചു. എന്നിട്ട് പ്രഭുദേവയുടെ കൂടെ. അല്ല, സത്യത്തില് അഭിനയിക്കാൻ പോയിരിക്കായിരുന്നു അല്ലേ? പ്രഭുദേവ വിളിച്ചു, പോയി. ഓ, പ്രഭുദേവൻ നേരിട്ട് വിളിച്ചു, ഞാൻ പോയി എന്നൊക്കെ. പക്ഷെ പ്രഭുദേവയുടെ കൂടെ അഭിനയിക്കാന്ന് പറയുമ്പോൾ ആ ഒരു ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. അല്ല, ഈ പ്രഭുദേവ എന്ന് പറഞ്ഞ ഡാൻസ് പ്രഭുദേവയാണോ വല്ല ഹോട്ടലിൽ വല്ല നടന്ന പ്രഭുദേവയാണ്? എന്താണ് ചോദിക്കണം. പ്രഭുദേവ വിളിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏത് പ്രഭുദേവ എന്ന് പറഞ്ഞില്ല. എനിക്ക് പ്രഭുദേവ എന്ന് പേരുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായി കൂടെ? അതാണ് ചോദിച്ചത്, നയം വ്യക്തമാക്കുക. അവൻ അവിടെ സൈക്കിൾ യജ്ഞം കിടത്തുന്ന പയ്യനെ. ഏത് പ്രഭു? ഇത് തൊപ്പിയാണോ മീൻകറി വെക്കണ ചട്ടിയാണോ? അപ്പൊ കുറെ നാളുകൾക്ക് വന്നതേ അപമാനം. അയ്യോ, ടീമിനെ അപമാനിക്കുകയാണോ നീ? ഇത് കയ്യെത്തും ദൂരത്തുള്ള സാധനം പറിക്കാൻ പറ്റുള്ളൂ. അതാ എന്തായാലും സുധിച്ചേട്ടൻ അങ്ങനെ തമിഴ് പടത്തിൽ അഭിനയിച്ചിട്ട് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സ്റ്റാർ മാജിക്കിൽ വന്നിരിക്കുക. ലുക്കിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും കൊസ്രാക്കുള്ള സ്വഭാവത്തിലാണെങ്കിലും ഭയങ്കര മാറ്റങ്ങളുണ്ട്. Once again, welcome നമ്മുടെ കുസു to സ്റ്റാർ മാജിക്. എന്തായാലും ഈ പ്രഭുദേവയുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ വന്നല്ലേ, അപ്പൊ ഇതിൽ ആ അഭിനയത്തിന്റെ ആ ഒരു 2 സ്റ്റെപ്സ് കാണിച്ചിട്ട് നമുക്ക് നമ്മളിപ്പോ ലാലേട്ടന്റെ ഒക്കെ പടത്തില് ഒരു 2-3 ദിവസം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് ലാലേട്ടൻ നടക്കണവരെയൊക്കെ നമ്മൾ അറിയാതെ ഇങ്ങനെ കാണിക്കും എന്ന് പറഞ്ഞവരെ. ഞാനത് കഴിഞ്ഞ് പോന്നല്ലോ. ഒരാഴ്ചയുടെ കാര്യം പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ പ്രഭുദേവയുടെ പോയിട്ട് വന്നോളൂ പുള്ളി. ഞാൻ അതുപോലെയാണോ? നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. അപ്പോ ഇതിലും പ്രഭുദേവയുടെ ഒരു കിടലൻ ഡാൻസ് നമ്പറുമായിട്ട് എത്തുന്നു നമ്മുടെ കുസു.
എന്റെ ആ 2 സ്റ്റെപ്പ് ചേട്ടാ, കണ്ടപ്പോ തന്നെ എല്ലാം ഇറങ്ങിയണ്ട ഇപ്പൊ കളത്തിൽ. ജഗദീഷ് ചെയ്യുമ്പോൾ ചേട്ടൻ ഈ സ്റ്റെപ്പ് കാണിക്കാറില്ലേ? അതന്നെയല്ലേ ഇപ്പൊ ഇവിടെ കാണിച്ചത്? ഇല്ല, അത് കഴിഞ്ഞിട്ട് എന്റെ ഡാൻസ് കണ്ടിട്ട് എല്ലാം ഇറങ്ങിയണ്ട കളത്തിൽ. അത് നിന്നെ പിടിച്ച് കയറ്റാൻ വേണ്ടി മതിടാന്ന് പറയാൻ കയറിയതാ. പിന്നെ ഒരു ഓളത്തിന് ഞങ്ങൾ കളിച്ചു. ജഗദീഷിന്റെ ബാധ കയറിയ പ്രഭുദേവ അത് അപ്പോഴും ഇത് തന്നെ, ഇപ്പോഴും ഇത് തന്നെ. അപ്പൊ ഇത് സേതുരാമയ്യറായിട്ട് ഞങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ചതച്ചു പോയോ? പിത്തിളകിയോ? റെസ്റ്റ് എടുക്കണോ? Okay. ഇന്ന് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡ് നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ചധികം സർപ്രൈസസ് ഒക്കെ ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. അല്ല, കമ്പാരിറ്റീവ്ലി ഈ ടീമിൽ കുറച്ച് സ്ട്രെങ്ത് കുറവുള്ള പോലെ. കുറച്ച് വീക്കാണോ നിങ്ങൾ? എന്ത് പറ്റി? അല്ല, ഞങ്ങൾ വീക്ക് അല്ല. ഞങ്ങൾക്ക് ഒരാളും കൂടെ വരാനുണ്ട്. 2 വീക്കിന്റെ കുറവുണ്ട്. അതല്ല, വീക്ക് ഇപ്പൊ കിട്ടുന്ന എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. അല്ല, വരണ അതായത് ഇപ്പൊ ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരണമെന്ന് പറയുമല്ലോ. അതേപോലെ ഞങ്ങളുടെ ഒരു മെയിൻ ഒരാൾ വരാനുണ്ട്. ഏ, ഒരു കാര്യം ചെയ്യ്, നീ നോക്കി പിടിച്ചോണ്ട് പോ. അല്ല, എന്താ പ്രശ്നം? എന്താ കാര്യം? എന്താ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? കാണാൻ പോണ പൂരോ? പൂരം തന്നെ. കാണാനിരിക്കണേ അത് കാണാൻ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഒരു മനുഷ്യൻ എന്നും കാണുന്നവരാണ് കൊല്ലണേ. സുധിയാണ് ഇപ്പം നമ്മൾ അന്ന് കണ്ടാണ് കൊല്ലണം. വെൽക്കം ഞങ്ങളുടെ തങ്കച്ചൻ വിതുര. തങ്കൂന് പതിവില്ലുണ്ട്. നമ്മളുടെ ആരാധനാമൂർത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വിളിച്ചോണ്ട് വരാൻ പറ്റത്തില്ല, കൈകൾ എടുത്തോണ്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ. അതെ, അതാണ് ആരാധകര് തോളിലേറ്റ് കൊണ്ടുവരുവാണ്. താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു നാടിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുഞ്ഞിന്റെ ഓമനകൾ കാലിന്റെ കിങ്ങിണികൾ തന്നെന്നം താളെന്നം താളത്തിലാടി വേറൊന്നുമല്ല. ഇതെന്താ കാലിലെന്താ? അല്ലല്ല, പറയാം നമുക്ക് ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഒരു കസേര കിട്ടുമോ പാവം? ഉണ്ടായാൽ വളരെ ആദ്യം ഞങ്ങളുടെ ടീമിന് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. അല്ല, എത്ര പ്ലാസ് ഇട്ടാലും ഞങ്ങൾക്ക് ജയിക്കണം. അതിനോട് ഞങ്ങൾ എത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന. അയ്യോ, ഇരിക്കായിരുന്നു കേട്ടോ. വയ്യെങ്കിലേ ഇരുന്നിരുന്നൊരു പരിപാടി കിട്ടി. റാം മനോഹർ വേട്ടംപള്ളിയുടെ ഒരു ഷോ. അതെ, റാം മനോഹർ അത് പറഞ്ഞില്ല എന്നുള്ളൂ. ഇവിടെ വന്ന് ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതിയതാ. പക്ഷെ ഇങ്ങനെ ഇത്ര സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ അവന് പണ്ടേ കിട്ടിയിട്ടുള്ളത്. അല്ല, ഇത് ഏതമ്പലത്തിൽ വെച്ചാളേ ഞാനിങ്ങനെ ഒരു ന്യൂസ് പോലെ കേട്ടായിരുന്നു. റാം മനോഹർ വേട്ടമ്പള്ളിയുടെ പരിപാടി ഇപ്പൊ ഹിറ്റാണല്ലോ. ഈ ഫ്ലെക്സ് വെച്ചാൽ തന്നെ ജനപ്രവാഹമല്ലേ, പിന്നെ ഇടിച്ചു കയറല്ലേ. അങ്ങനെ ഇന്നലത്തെ സ്റ്റേജില് ആദ്യം ഞാൻ ഇപ്പം രതീഷ് സാറിന്റെ ഫിഗർ ചെയ്തു, പിന്നെ അല്ല വേണുനാഗൽ സാറിന്റെ ഫിഗർ ചെയ്തു, പിന്നെ അത് പല പല ഫിഗർ ചെയ്യുന്ന സമയത്ത് എന്നെ കൂവുന്നതോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. കാരണം അതുപോലെ ഇരിക്കല്ലേ, വ്യത്യാസമില്ലല്ലോ. ഭരത് ഗോപി സാറിന്റെ ഫിഗർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞ് ഞാൻ ചീപ്പ് എടുക്കാൻ സമയത്ത് ഇങ്ങനെ എന്തോ പോകുന്നതുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും വല്ല വണ്ടോ അങ്ങനെ ആയിരിക്കും. നോക്കിയപ്പോ അഴിയത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പുറത്തോട്ട് നോക്കിയപ്പം ചേർച്ചയില്ലാത്തൊരു ചെരുപ്പ്. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കാർ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായി. പരിപാടി കൊണ്ടുപോയാ ഈ അഖില് ഇദ്ദേഹം തന്നെയാണ്. എനിക്ക് ഡൗട്ട് വെച്ചിട്ട് നിനക്ക് ഇത്രയും പറ്റി, ഇവനൊരു ഗുരു ഇല്ലല്ലോടാ. അതാണ് നല്ല പ്രശ്നം. അല്ലല്ല, ഇത് പ്രശ്നമാകുന്ന സമയത്ത് മാനേജര് അവരെ സൈഡിലാവും. അവരെ സൈഡിൽ ഇനി അവരെ സൈഡ് ചേർന്നും കൊണ്ട് എന്നെ അടിക്കുന്നോന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം ഞാൻ തന്നെ ശമ്പളം വാങ്ങും. ആ ശമ്പളം അവന് കൊടുക്കേണ്ടി ഒരു സ്റ്റേജ് മനസ്സിലായോ? അതാ ചേർത്തലേ, നിങ്ങളെ മണ്ണിന്റെ അടി കുഴിച്ചിട്ടിരുന്നല്ലോ ഒരു പരിപാടി പൊളിഞ്ഞപ്പോഴേ. എന്റെ തല, അതെ, 2 കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തല ഞങ്ങളിട്ടിട്ട് കാല് കെട്ടിയിട്ടിട്ട് അതിനകത്ത് കടിജായ കളിപ്പിക്കണമെന്നുള്ള ചെറിയൊരു ശ്രമം. ഞാൻ പിന്നെ മണ്ണ് തിന്ന് തുരങ്കം ഉണ്ടാക്കി രക്ഷപ്പെടുവായിരുന്നു. അല്ലല്ല, അത് ആലപ്പുഴയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. സൂപ്പർ അനൗൺസ്മെന്റ് ആയിരുന്നു. രതീഷാണ് പൊളിഞ്ഞ സത്യം. പക്ഷേ പ്ലീസ്, ഒരാളെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ഒരാളുടെ ഡേറ്റ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനത്തെ ഫിഗർ ഒന്നും കിട്ടൂലാത്ത ഡേറ്റ് ചോദിക്കാൻ കിട്ടണ ഞങ്ങളുടെ ഡേറ്റ് ചോദിച്ചു ഞങ്ങൾ തരും. കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് നിങ്ങൾ ഓരോ വോക്കിൻസ്, ഓരോ സെലിബ്രിറ്റീസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു വേദിയിൽ. എന്താ പറയാ, കല്യാണം കഴിച്ച അന്ന് മുതൽ ഈ കക്ഷിയുടെ കല്യാണ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡേറ്റ് ചോദിച്ച് ഫൈനലി ഷീ ഈസ് ഹിയർ. ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം ദ വെരി ഗോർജിയസ് ആക്ട്രസ് മിയ മാജിക്. എത്ര നാളായിട്ട് നമ്മൾ കാത്തിരുന്ന മുഖാണെന്നറിയാം. എത്ര നാളായി നമ്മളെ വിളിക്കണമെന്നറിയാം. ഹണിമൂൺ കഴിഞ്ഞില്ല. പറയൂ, അന്നേരം നമുക്ക് മിയ വെൽക്കം ചെയ്യാട്ടോ. താങ്ക് യു സോ മച്ച്. ഞാൻ കാണുന്നുണ്ടായിരുന്നു ഈ പ്രോഗ്രാം ഒക്കെ. ഇടയ്ക്കൊക്കെ കുറെ പ്രാവശ്യം കോൾസ് ഒക്കെ വന്നു. ഹണിമൂണിലാന്ന് പറഞ്ഞു വെച്ചു. അതൊക്കെ
കഴിഞ്ഞു. അല്ല ആക്ച്വലി ഹണിമൂണിനൊന്നും പോവാൻ പറ്റിയില്ല. അതെ, കോവിഡ് സിറ്റുവേഷൻ കാരണം പ്രോപ്പർ ലോക്ക്ഡൌണിന്റെ ഒക്കെ ആ ഒരു സമയത്തായിരുന്നു കല്യാണമൊക്കെ. അപ്പൊ അത് കാരണം യാത്രയും കാര്യങ്ങളും ഒന്നും ഊട്ടി കൊടൈക്കനാലൊക്കെ അപ്പുറം മുറി ഇപ്പുറം മുറിയൊക്കെ പോകാൻ പറ്റുന്നില്ലല്ലോ. ഹണിമൂൺ വീട്ടിൽ തന്നെ എങ്ങും പോയില്ല. ഞാൻ എന്റെ വീട് പാലായെന്നറിയാലോ. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വരും, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ പോകും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് യാത്രയൊന്നും പോയില്ല. മിയയുടെ വീട് പാലയിലും ചേട്ടന്റെ വീട് പനയിലും. അല്ല ഇനിയിപ്പോ വേറെ കേക്കട്ടെ, പുതിയ വിശേഷങ്ങൾ കേക്കട്ടെ. എന്തൊക്കെ മാറ്റങ്ങളാ ലൈഫിൽ വന്നേ? ലൈഫിൽ മാറ്റം വന്നത് ബേസിക്കലി നമ്മള് വീട് മാറി എന്നുള്ളതാണ് ഒരു മാറ്റം. കേറി അങ്ങ് ചെന്നു, അപ്പൊ തന്നെ വീടങ്ങ് മാറി. അതാണ് ഉദ്ദേശിച്ചത്. അല്ല, നമ്മള് രാവിലെ കണ്ണൊക്കെ തുറക്കുമ്പോ കാണുന്ന റൂം, അങ്ങനെ സ്വന്തം വീട് നമ്മള് വേറെ വീട്ടിൽ വേറെ, അതെ അതെ, വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ എന്താണ് ഭയങ്കരമായിട്ടൊരു ചിട്ട എന്നും ഫോളോ ചെയ്യുന്നത്. അതായത് എനിക്ക് വിശക്കുമ്പോ കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള രീതിയാണ്. ഇപ്പൊ കുറച്ചും കൂടെ ഒരു ചിട്ടയിലേക്കൊക്കെ. ഇല്ല, ഞങ്ങൾ വിശക്കുമ്പോൾ ഞങ്ങൾ 24 മണിക്കൂർ കഴിച്ചോണ്ടിരിക്കും. കാലായി കഴിക്കാൻ വരുമോ ഇങ്ങനെയൊക്കെ ചോദിക്കൂ. അങ്ങനെ ഒന്നും ചോദിക്കൂ. അതിനിങ്ങനെ പാത പിടിക്കുന്നത്. ഇന്ന് പപ്പടം ഉണ്ട്. എനിക്കത്ര നാണമൊന്നുമില്ല. കേക്കട്ടെ, ഈ ആഹാരമൊക്കെ എങ്ങനെയാ ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കും? ആഹാരം നമ്മൾ കുഴച്ചിട്ട് കഴിക്കും. അതല്ലാന്ന് ചോദിച്ചേ. ആ ചിരിക്ക് നല്ലൊരു കയ്യടി കൊടുത്തിട്ട് അടുത്തതിലേക്ക് വാ. അല്ല, ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുവോ? കുക്കിംഗ് ഒന്നും ഞാൻ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. അശ്വിന് ഒരു ചായ പോലും ഇട്ട് കൊടുത്തിട്ടില്ലേ? അശ്വിന് ചായയും കാപ്പിയും കുടിക്കുന്ന ഒരു ശീലമില്ല. എന്റെ പപ്പ കൊറേ ചായ കുടിക്കുന്ന ശീലമുള്ള ആളായിരുന്നു. അപ്പൊ പപ്പ വന്ന് ചോദിക്കുന്നത് ചിലപ്പം എനിക്കൊരു 1/2 ഗ്ലാസ് ചായ. അപ്പൊ മമ്മി പറയും 1/2 ഗ്ലാസ് ആണെങ്കിലും 1 ഗ്ലാസ് ആണെങ്കിലും ഒരേ പാത്രം, ഒരേ എഫേർട്ട് തന്നെയാണല്ലോ നമ്മൾ. ജോർജേട്ടന്റെ കാര്യം. അപ്പൊ മമ്മി പറയാറുണ്ടോ ഈ വീട്ടിൽ ഇത്രയും വേണ്ടി ചായ ഇതവിടെ കിടക്കുന്നുള്ളൂ? അയ്യോ, മിയയുടെ മമ്മി സംസാരിക്കാൻ തുടങ്ങി നമ്മളൊന്നും സംസാരിക്കുകയേ വേണ്ട. എടാ എന്നെ പൊന്നു പറ്റാ, ഞാനൊന്നും പറയണ്ട. ഞാൻ നീ അതിലല്ലേ പോണേ. 3 അടിമാരിക്ക് എന്റെ വീട് അതിലൂടെ വേണം. എന്റെ വീട് കോതംകുളത്താ. ഇപ്പൊ ഞങ്ങള് പാലയിൽ താമസിക്കണം. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കൂടെ അമ്മ ഉണ്ടായിരിക്കും അല്ലേ? എന്റെ മമ്മി ഇല്ലാതെ ഇപ്പം ആൾക്കാർ കണ്ടു തുടങ്ങിയത് ആഫ്റ്റർ മാരേജ് ആണ്. കാരണം അതുവരെയും ഇങ്ങനെ ഫുൾ ടൈം എന്റെ കൂടെ നടക്കുന്ന ഒരു ആളായിരുന്നല്ലോ. കൂടെ നടക്കണ ആളല്ല. എന്തിനും ഏതിനും എന്ത് ധൈര്യത്തിനും. ഞങ്ങൾ അമേരിക്കയിൽ പ്രോഗ്രാമിന് പോയിട്ടേ, നിങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് പോയിട്ടില്ല? ഒരു മാസക്കാലത്തോളം കുറേയധികം കാര്യങ്ങൾ ഞങ്ങൾ 10-45 ദിവസം ഒരുമിച്ച് ഞങ്ങള് US-ലെ ഷോയ്ക്ക് ഉണ്ടായിരുന്നതാ. സഹിച്ചു. ഇവിടെ 2 ദിവസം തന്നെ അടുപ്പിച്ച് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? പ്രോഗ്രാം 2 ഉള്ളായിരുന്നു. അടിമാലി വിട്ട 45 ദിവസം കഴിച്ചിട്ടാണല്ലേ? ആശുപത്രിയിലായിരുന്നു അവനെ പോലെ. സ്കൈ ഡൈവിങ് അത് പറയാൻ ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് പോയ ഒരൊറ്റ ആണും അതിന് മുതിർന്നില്ല. അവിടെ ആരോ പറഞ്ഞു ഫ്ലോറിഡയില് സ്കൈ ഡൈവിങ്ങിന് പറ്റി കുറെ. ഫ്ലോറിന്റെ 2 ഇടയിലല്ല, ഫ്ലോറിഡയിൽ, അങ്ങ് അമേരിക്കയിൽ. അപ്പൊ പറഞ്ഞു സ്കൈ ഡൈവിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നാളെ രാവിലെ 9 മണിയാവുമ്പോ ലോബിയിൽ ഉണ്ടാവണം, നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് പോവാന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പിൽ എത്ര പേര്? ആ ഗ്രൂപ്പിൽ ഒരൊറ്റ ആണുങ്ങള് വന്നില്ല. പേടിയോ? വെറും പേടി, അത്രേ ഉള്ളൂ. സുധിയണ്ണൻ സ്കൈ ഡൈവ് ചെയ്യാൻ പോയായിരുന്നു. അല്ല, നമ്മളൊരു പരിപാടിക്ക് പോയപ്പോ സ്കൈ ഡൈവ് ചെയ്യാൻ പോയപ്പോ അവിടെ ചെന്നു അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പൊ പാരച്യൂട്ട് ഇങ്ങനെ കൊടുത്തു. പാരച്യൂട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചാടി ഇത്ര സെക്കൻഡ്സ് കഴിയുമ്പോ, കുറച്ച് കഴിയുമ്പോ ഇതിന്റെ പാരച്യൂട്ടിന്റെ ബട്ടൺസ് ഞെക്കുക, ഇത് നേരെ ടപ്പെന്ന് പറഞ്ഞു വരും, നിങ്ങൾ താഴെ സേഫ് ആയിട്ട് വരും. അപ്പൊ പുള്ളി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ചോദിച്ചു, ഇതിനും വല്ല കംപ്ലൈന്റ് വല്ല? ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എവിടെ ചാടിക്കുക ഈ ബട്ടൺ. എന്താ ചോദിച്ചു, ഈ ചാടിയതിന് ശേഷം ഈ ബട്ടൺ ഇത് ചെയ്തിട്ട് ഇത് ഉയർന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അവർ പറയും തിരിച്ചു കൊണ്ടുവന്നാൽ മതി, വേറെ സാധനം മാറ്റി തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആ ഒരു സേഫിന് ചാടാതില്ല പുള്ളിയാണ്. ഒരു ഫ്രഷ് തമാശ. നിനക്ക് ഇത് ചെയ്യാമെങ്കിൽ ഇവന് ഇതും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്റെ കാലൊന്നും ആരും ഈ പാരച്യൂട്ട് തമാശക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കി കമ്മിറ്റിക്കാർ കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഈ സ്കൈ ഡൈവിംഗ് നമ്മൾ ചെയ്തോ? ഞങ്ങള് ചെയ്തു. ഈ ഒരു കാര്യത്തിന് ഏറ്റവും ധൈര്യപൂർവ്വം നിന്ന് എല്ലാം ഗേൾസ് ആയിരുന്നു. കൈയടിക്ക്. സ്കൈ ഡൈവ് ഡാൻസ് പാറങ്ങളും പരിപാടി ഫ്രണ്ടിലില്ലേ? നീ ആ ട്രിപ്പിലൊക്കെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ നിന്ന് വേണം എടുത്ത് ചാടാൻ തയ്യാറായിരുന്നു. സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ താഴോട്ട് പോണതാ, മേളിലോട്ട് പോണതല്ല. സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദം ബിരിയാണി പോലത്തെ എന്തോ ബിരിയാണിയാണ്.
ഇതല്ല സാധനം. ഫ്ലൈറ്റിന്റെ മേളീന്ന് തോഴേക്ക് ചാടണം. അതാണ് സാധനം. ഞങ്ങളുടെ കൂട്ടത്തിലും ബിൻചേട്ടൻ വന്നില്ലെങ്കിലും സ്കൈ ഡൈവ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഷിയാസ് കരീം സെറ്റ് സെറ്റ് ഷിയാസിനെ അറിയില്ലേ? പിന്നെ പക്ഷേ ഷിയാസിനെ എങ്ങനെയൊക്കെ ആയിട്ടാ? അല്ലല്ല ഷിയാസ് ആണെങ്കിൽ ചാടില്ല, അവനെ പിടിച്ച് തള്ളിയിടേണ്ടി വരും. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ. നീ അറിയാത്തൊരു ടാലന്റും കൂടെ ഉണ്ട്. വളർന്ന് 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 വലുതായി മോഡലിനും നടനും അപ്പുറത്ത് പോയി ഡാൻസർ ഷിയാസ് എന്നാണ്, ഡിസ്കോ ഷിയാസ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ സിംഗർ ഷിയാസ്. എന്നാ ഡാൻസ് അറിയാമോ? കാണണം കേട്ടോ. ഡാൻസ് വേണോ പാട്ട് വേണോ? രണ്ടും ഒന്നിച്ചു പറ്റുമോ? എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? തീയിട്ട് നശിപ്പിക്കാനുള്ള പ്ലാനാണ്. അല്ല, സ്കൈ ഡൈവ് ചെയ്യാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ ഇതിനുള്ള തന്റെ ഇടം നീയൊക്കെ ഉണ്ടാവും. സ്കൈ ഡൈവ് തന്റെ ഇടം ഒന്നും വേണം, തലക്കകത്തൊന്നും ഇല്ലാതിരുന്നാ മതി, പേടിക്കണ്ടല്ലോ. അല്ല, ഷിയാസ് ഡാൻസ് കളിക്കാൻ പോകണ. ഒന്നാമത് എന്റെ ഒരു കാല് വയ്യ, ഇനി അടുത്ത കാലിനും കൂടെ എനിക്ക് ഇതിടാൻ വയ്യ. നീ ഇനി ഇവിടെ ഫിഗർ ഷോ ചെയ്യണ്ട. അല്ല, ഞങ്ങള് മനസ്സിനുദ്ദേശിച്ച നാട്ടുകാർ ചെയ്തു, അതിന്റെ സന്തോഷത്തിലാ ഇപ്പൊ താവേ. നമ്മൾ ആർട്ടിലെ ധനിഷേട്ടാ ഒരു JC പറയണം, നമ്മൾ സുധിയണ്ണന്റെ കൗണ്ടറിൽ നമുക്കൊന്ന് കോരി എടുത്തിട്ട് പോവാം. ശരി, അപ്പഴേ ഷിയാസിന്റെ പാട്ടോ ഡാൻസോ എന്തെങ്കിലും ഇപ്പൊ തന്നെ കാണുന്നുണ്ടോ? ഇപ്പൊ തന്നെ കാണണം. മൂഡ് കൂട്ടോ? അല്ലല്ല, ചൂടോട് ഇല്ല. ശരി, എന്നൊരു പാട്ടാവാം. എനിക്ക് സഹിക്കാൻ പറ്റും. അയ്യോ, വിളിച്ചപ്പോഴേക്കും വന്നോ? മറ്റേത് അത് അറിഞ്ഞൂടാ നമ്മള്. ഇല്ല, എന്നെ നമ്മള് ചിലപ്പോ നിർബന്ധിച്ചില്ലെങ്കിലോ എന്ന് കരുതിട്ട് വന്നു. അല്ല, ഷിയാസിന്റെ ഒരു ഭാഗ്യം ഇവിടെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. കാരണം ഉണ്ണിമുകുന്ദൻ വന്നപ്പോഴാണെങ്കിലും ദുർഗ വന്നപ്പോഴാണെങ്കിലും പ്രയാഗ വന്നപ്പോഴാണെങ്കിലും എല്ലാരും പറയാ ഷിയാസിന്റെ പെർഫോമൻസ് കാണണം കാണണം. ഞാനും റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ്. ഓ മൈ ഗോഡ്, എന്തെങ്കിലും ഒന്ന് ഇവിടെ നിന്റെ മുഴുവൻ കഴിവെടുത്ത് പുറത്തെടുക്ക. പാടിക്കോ. അതെ, പുതിയ പാട്ട് മതി കേട്ടോ. ഇപ്പൊ എല്ലാവരുടെയും കോളർ ടോണും റിംഗ് ടോണും ഒക്കെ ഷിയാസ് പാടിയ മുത്തേ സത്യ, അത് മാറ്റിയിട്ട് പുതിയത് അവർക്ക് അവസരം കൊടുക്കാം. ഓക്കെ, മിയയുടെ അടുത്ത് തന്നെ നിന്നോളൂ. അപ്പൊ വേണമെങ്കിൽ മിയക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം. പോവരുത്. പിച്ചൗട്ട് ഓർക്കസ്ട്ര അല്ല, ഷിയാസ് പാട്ടെന്ന് പറഞ്ഞ ഓർക്കസ്ട്രക്കാർ ഇറങ്ങി പോകും. പാട് വന്നപ്പോ ഓർക്കസ്ട്രക്കാരെ ഈ കീബോർഡിന്റെ കട്ട എങ്ങനെ മേളിലേക്ക് തട്ടിക്കളയാം. ഇനി ഞാൻ ഈ പണി ചെയ്യില്ല. കഴിഞ്ഞ എപ്പിസോഡിലെ രണ്ടു എപ്പിസോഡിൽ മലയാള സിനിമയിലെ അതുപോലെ ഇപ്പൊ നീ സംസാരിക്കുന്നേ പാട്ട് പാടിയായിരുന്നേ. എടിങ്ങേറായുണ്ട്. പാടിയിട്ട് ഞാൻ പിന്നെ എനിക്ക് എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ബുക്കിങ്ങിനൊക്കെ മേടിക്കുന്നത് മറ്റേ പാലയിലൊക്കെ വിളിച്ചായിരുന്നു. വിളിച്ചോ? അതെ, രക്തം കുടിക്കാനായിരിക്കൂടാ. ഞാൻ പറയാം, ഈ പാട്ട് നല്ലൊരു പാട്ടാണ്. മാപ്പിള പാട്ടുകളിൽ അത്യാവശ്യം അല്ല, ഞങ്ങൾ കേൾക്കുമ്പോ മനസ്സിലാവും. പാട്ടാണ് അത്, ഞാൻ പാടി നശിപ്പിക്കാൻ പോവാണ് ഉദ്ദേശിച്ചത്. അതെ, ഇതൊരു പെൺകുട്ടീനെ വർണ്ണിക്കുന്ന കേട്ടോ. മലയാളമാണോ? മലയാളം പാട്ട്. മലയാളമാണോ? അപ്പൊ ഞങ്ങൾക്ക് ലിറിക്സ് കേൾക്കുമ്പോ മനസ്സിലായിക്കോളൂ. ഇനി വർണ്ണിക്കുവാന്നൊന്നും പറയണ്ട, പാട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. സീരിയസ് ആണ്. സീരിയസ് ആവേ. ശരിക്കും കേട്ടോ, ഉറപ്പല്ലേ? എടാ, ചങ്ക് പൊട്ടുമ്പോ ആരെങ്കിലും ചിരിക്കുവോ? മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മധുമുത്ത് രാജാത്തീ, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തീ, ഏതാണി രാജാത്തീ, കണ്ടാൽ കൊതി കൊള്ളും കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പു മണമുള്ള കണ്ണാടി കവിളത്ത് കാണാത്ത പുഞ്ചിരി, വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണീ രാജാത്തീ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മധുമുത്ത് രാജാത്തീ, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തീ, ഏതാണീ രാജാത്തീ. സൂപ്പർ. ഒന്നും പറയാല്ല, സൂപ്പർ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. തൊണ്ടയില്
AR റഹ്മാന്റെ ഉപദ്രവമാണെന്ന് അറിഞ്ഞില്ല. അമ്മൻ അല്ല ഇതെന്തും വരുമാനം എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ആ മുത്തേ സത്തയും കൂടെ ഒന്ന് പറഞ്ഞു. അതായത് ഞാൻ കേട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു. അടിമലി അതെനിക്കൊന്ന് കേൾക്കണമെന്നുണ്ട് ഇപ്പൊ ഒന്ന് പാടണം പ്ലീസ്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഷിയാസ് കരീമിന്റെ മുത്തേ സത്തേ ഒന്നുകൂടി പാടുന്നതാണ്. നിന്റെ കാലം ഒടിഞ്ഞത് പോരേടാ. എല്ലാവരും അവരവരെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇന്ന് രാത്രി ശരിക്കും ഉറങ്ങിക്കോളൂ സീസർ. ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. മുത്തേ സത്തേ എന്ന് മുത്തേ സത്തേ എന്ന് വിളിക്കാണ് കാലത്തൊരാവ് എന്നാണ് മാരണ്ട കരളില് മധുപുരാണ് ചിരിച്ച് കളിച്ച് മണികറങ്ങി ചേട്ടാ പോട്ടാ ചേട്ടാ 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 മുത്തേ സത്തേ എന്ന് വിളിക്കാനത്തൊരാവ് എന്നാണ്. എന്നെ മൂട് പോയി നിർത്തി. മുത്തേ സത്തേ എന്ന് വിളിക്കല് കാലത്ത്. ഞാൻ പറഞ്ഞല്ലേ ഈ പാട്ട് വേണ്ട. പറഞ്ഞോ ഇത് മതി, ഈ പാട്ട് മതി. അല്ല ഇതെന്താ എല്ലാവർക്കും കാല് വരെ മാറിപ്പോയി അവന്റെ. മറ്റേ കാലായിരുന്നു. ഞാൻ പറഞ്ഞതില്ല, ആ പാട്ട് പാടല്ല ഞാൻ പറഞ്ഞത്. തങ്കൂന് ചലനശേഷി തിരിച്ചു കിട്ടി. എന്താ ഇത്? ഈ മുത്തേസത്തിന് ഒരു പേ പിടിച്ച എഫക്ട്. പലപ്പോഴും പ്രശ്നം നടക്കുന്നത് ഈ പാട്ടില്ല. അക്രമം അനീതിയൊക്കെ അവിടെ നടക്കുന്നത്. ഒരു പാത ഇങ്ങനെ കയറുക. നീ പാട്ട് എന്നാടാ പാടുന്നില്ലല്ലോ ഇപ്പൊ മുത്തേസത്തെ. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു. കളക്ടർ ഓർഡർ ഇട്ടേക്കാണ് ഈ പാട്ട് പാടല്ലെന്ന്. ദൈവം, അതുകൊണ്ട് ഇത് പാടരുത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഈ ഫ്ലോറിൽ ഇനി മുത്തേസത്തെ ബാൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, സ്വപ്പം മ്യൂസിക് കേൾക്കാം. വെറും ബാനല്ല, റബ്ബർ ബാൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ പാട്ടില്ലാണ്ട്, അതും ഷിയാസ് പാടിയ ആ ഒരു പാട്ടില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയെ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഞങ്ങൾക്കും അതെ, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയത്. ഷിയാസ്ക അത് പാടിത്തരണം ഷിയാസ്ക. ഇല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വാട്സാപ്പിലേക്കെങ്കിലും പാടിത്തരണം. ഇന്ന് ഞങ്ങളത് കേട്ടിറങ്ങിക്കോളാം. ഈ പാട്ട് അറിയാതെ റേഡിയോയില് വന്നിട്ട് അവന്റെ വീട്ടിലെ മറിയടമ്മയുടെ ആട്ടിൻകുട്ടിയുടെ നടി ചവിട്ടി പിടിച്ചിട്ട് അവൻ. ശരി, എന്തായാലും ഞങ്ങള് മൂടുപോയി. കാരണം മിയ തന്നെയാണ്. ഷിയാസ് അവിടെ പോയിരുന്നുള്ളൂ. ശശാങ്കന്റെ മൂട് പോയി ഇരിക്കുത്താല വീണപ്പോ. മൂടേ നോക്കട്ടെ അവിടെ ഈ പാട്ടിന്റെ ഇവിടെ അങ്ങനെ കിടപ്പ്. ചേച്ചിമാര് തൂത്ത് കളഞ്ഞാലും ഭയങ്കര ഞാനും എടുത്തോട്ട് പോകും. തുടച്ചെടുത്തിട്ടുണ്ട് ഷർട്ടില്. അതെ, ഇത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ മൂടുപോയി. അത് കാരണം മിയ ഈ ഹാങ് ഓവർ മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു പാട്ട് എടുത്തരണം. അതും ഈ മുത്തേ സത്തേ. ഒരിക്കലും അടുത്ത കലഹവും കൂടെ ഉണ്ടാക്കുമ്പോ സമാധാനം. സത്തല്ല, മിയയുടെ ഒരു പാട്ട് കേൾക്കാതെ അതെ അതെ, മിയ പാട്ട് പാടണം. കാരണം മിയയുടെ പേരിൽ ഒരു പാട്ട് തന്നെ ഉണ്ട്. മിയ മിയ പൂച്ച. ശശാങ്ക മിയ മിയ പൂച്ച അങ്ങനല്ലേ? ഇപ്പൊ പറഞ്ഞ കൗണ്ടർ മേളിൽ തട്ടി നിൽക്കണം. ആർട്ടിൽ ആരെങ്കിലും വന്നെങ്കിൽ അത് കുത്തി താഴെ ഇടായിരുന്നു. ഏതെങ്കിലും മിയക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാട്. चाहे तुम कुछ ना कहो मैंने सुन लिया कि साथी प्यार का मुझे चुन लिया मैंने सुन लिया. पहला नशा पहला घुमा
അല്ല ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായ പല ദേഷ്യം അങ്ങ് പോയി. എന്നാലും നീ അല്ല, മറ്റത് ഓർമ്മ വന്നു അതുകൊണ്ടാണ്. ഏതായാലും മിയയുടെ ഒരുപാട് വീട്ടുവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളൊക്കെ ഇനി ഓൺ ദ വേ ആണ്. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ഒഫീഷ്യലി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ മിയെ വെൽക്കം ചെയ്യാണ്. വൺസ് അഗൈൻ ലെറ്റ്സ് വെൽക്കം മിയ ടു സ്റ്റാർ മാജിക്. ഇനി ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ദാറ്റ് ഈസ് കുടുക്ക ബിരിയാണി. എന്താ പറഞ്ഞേ? കുടുക്ക ബിരിയാണി. എന്റെ ഫ്രണ്ടിൽ എന്നാ പറഞ്ഞേ? കുടുക്ക. ദാറ്റ് ഈസ് കുടുക്ക ബിരിയാണി. അങ്ങനെ അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് ടീമും ഒരുമിച്ചായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കുക. സംഗതി അതായത് ഇവർക്ക് ഒരു ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒരാള് ഒരു കുടം വെച്ചിട്ടായിരിക്കും നിൽക്കണ്ടായിരിക്കുക, പിന്നെ രണ്ട് അങ്ങനത്തെ രീതിയിലായിരിക്കും നിൽക്കണ്ടായിരിക്കുക. അറ്റത്ത് നിൽക്കുന്ന 2 പേര് ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് വലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇവർക്ക് ഈ 3 പേർക്ക് ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം, ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. പോണ പോക്കില് ചിലപ്പോൾ ബോൾസ് താഴെ വീണുന്നിരിക്കും, പക്ഷെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈനലി എത്ര ബോൾസ് കളക്ട് ചെയ്ത് ഈ ബാസ്കറ്റിൽ ഇടുന്നു അവരാണ് ജയിക്കാൻ പോണേ. അപ്പൊ ഇതിൽ നമ്മൾ ഇനി മൂവിംഗ് ഓൺ ടു ദ ഗെയിം കുടുക്ക ബിരിയാണി. മിയ, ബിരിയാണി ഇഷ്ടാണോ? എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ്? നാടൻ ഭക്ഷണങ്ങളാണ് കൂടുതൽ താല്പര്യം. ശരി, വൺസ് ഇൻ എ വൈൽ ബിരിയാണി കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ബിരിയാണി ലവേഴ്സിന് വേണ്ടിട്ട് നമ്മൾ ഈ കുടുക്ക ബിരിയാണി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കാണാം. യെസ്, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പറയാം. നിങ്ങളുടെ വെപ്രാളപ്പെടല്ലേ. ആ, രണ്ടാമത്തെ നോക്കിയാണോ? ഓ, പഠിച്ചോളാം. ഒരേപോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. ആ, ഓക്കെ. ഒരേപോലെ. അതെന്താടാ അയ്യോ, ഇത് ഡിസ്റ്റൻസ് ആയി പോയി. ഇരുന്നിട്ട് ഡിസ്റ്റൻസ് ആയി പോയിയാ. വെരി ഗുഡ്. എന്റെ പൊന്നു മോളെ എന്നെ കൊല്ലാൻ വേണ്ടി കാണിക്കുന്നേ. ആ, കേറി അവിടെ അടുപ്പിച്ചോണ്ടി. അവിടെ ഇട്ട് കൊടുത്തേക്കണ. ഒരുമിച്ച് ചാടണം കേട്ടോ. ഇവിടെ ഒരുമിച്ചൊന്നുമല്ല. കുറച്ചും കൂടി ഗ്യാപ്പ് തട്ടുമ്പോൾ തട്ടാതാ. പയ്യെ നീ കയറി ഇതിലെ കയറി പോക്കോ. എടാ ഇതിന്റെ ഒപ്പം പറ്റണം. അത് അങ്ങനെ പറ്റേ. അതിന്റെ റൂൾസ് അനുസരിച്ച് നീ വലിക്കാവൂ. നീ അതിനനുസരിച്ച് വലിക്കണം. വെരി ഗുഡ് ഐഷു, സൂപ്പർ. ഓ, ഇത്ര ഡിസ്റ്റൻസ് അതൊന്നും ചാടാൻ പറ്റത്തില്ലേ? ഇതെങ്ങനെയാണ് അല്ല അടുപ്പിച്ചെങ്കിലും ഇത്രയും അത്ര ഗ്യാപ്പിട്ട് വെക്കാറ്. സമയമില്ല. നീ എന്തിനാ എന്തോ നീ പിന്നെ കയറി കൊടുത്ത. നേരവേ നിനക്ക് ലൈൻ ഉണ്ടോ? ഈ കൂടുതൽ ആരെങ്കിലും ആയിട്ട് നീ നീ അത് വെച്ചോളൂ.
അതെ ഇതിന്റെ വേറെ വരണം. അതാണ് അളവ്. അതിന്റെ നേരെ വെക്കാൻ പറ്റുള്ളൂ. ഏതിന്റെ നേരെ? കട്ടയുടെ നേരെ വെക്കാൻ പറ്റുള്ളൂ. ചോദിച്ചു നോക്കി. ഇതാണ് കറക്റ്റ്. എന്റെ രാജപ്പന്മാരെ ഒന്ന് മാറി നിന്ന്. വലി എന്റെ പൊന്നെ. അതിന്റെ നേരെ വെക്കാനുള്ള ഡയറക്റ്റ് ഇതിന്റെ നേരെയാണ്. അതാ ഇത് ഇപ്പുറത്തല്ലേ കിടക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോ കറക്റ്റ് നേരെ സത്യമായിട്ട് അങ്ങനെ കളിച്ചല്ല. അല്ലല്ല, ഇവിടെ നിൽക്കുമ്പോ നമുക്ക് ഇവിടെ തന്നെ നേരെ അറിയാൻ പറ്റില്ല. നേരെയല്ല. ഡയന എടാ ദേവള എന്തിനു പോകണം? നൂൺ ഷോയ്ക്ക് പോകണം. സ്കൂള് കട്ട് ചെയ്ത് ഇത് വലിക്കല്ലേ. ബോൾ വെക്കിട്ടണ്ണ. വെരി ഗുഡ്. എടാ എടാ എടി ഞാൻ എനിക്ക് ഇവിടെ നോക്കി കൃത്യമാവൂല. ശരി, കുടുക്ക ബിരിയാണി എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ബിരിച്ചന്റെ ടീമിന് ടോട്ടൽ 9 പോയിന്റ്സ് ആൻഡ് നമ്മുടെ ശശുവിന്റെ ടീമിന് ടോട്ടൽ 7 പോയിന്റ്സ്. ദാറ്റ് മീൻസ് ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ആൻഡ് ടീം. ഉടൻ വെച്ച് തലക്കെട്ട് അടിക്കരുത്, ഇവിടെ അതും ചെയ്യും. അങ്ങനെ മൈജി ഒരുക്കുന്ന സൂപ്പർ കൂൾ AC ഓഫറിനെ കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ AC നിങ്ങൾക്ക് വളരെ കൂൾ ആയിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ. ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള കൺവേർട്ടബിൾ ഇൻവെർട്ടർ ACകൾ വൈവിധ്യമായിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് മൈജി ഒരുക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല ACകൾക്ക് 10 വർഷം കംപ്രസർ വാറന്റി കൂടിയാണ് ലഭിക്കുന്നത്. അതായത് വമ്പിച്ച ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യങ്ങളും മൈജിയുടെ മറ്റു പ്രത്യേകതകളാണ് കേട്ടോ. സോ മൈജിയുടെ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും ഈ ഓഫേഴ്സ് എല്ലാം ഉണ്ട്. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. മിയ വന്നിരിക്കുമ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ഗെയിം ഒക്കെ കളിക്കണുണ്ട് ഞെട്ടി അതിലൊരു ബെസ്റ്റ് പെർഫോമറെ ഒക്കെ കണ്ടുപിടിക്കാന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ ഗെയിം കഴിയുമ്പോ കുടുക്ക ബിരിയാണി എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോ സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? ആരുമില്ല. കാരണം ഗെയിം ഒരു LKG കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ബെസ്റ്റ് കിഴങ്ങുകളുണ്ട്. അത് പറയാതിരിക്കണം. അതായത് ആവശ്യത്തിന് കിഴങ്ങ് ഇപ്പൊ പറിച്ച ചൂടൻ സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മുളക് ചമ്മന്തിയും കൂട്ടി കഴിച്ചാലോ. പിടിച്ചാലോ. ഇത് ഞങ്ങളുടെ ഒരു ചിങ്ങണമണിയാണ് കേട്ടോ. എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ബെസ്റ്റ് പെർഫോമർ വന്ന് മണിയടിക്കും. പക്ഷെ ഇന്ന് കാണാനുള്ള യോഗ ഇല്ല. ബെസ്റ്റ് പെർഫോമർ ഇല്ല. പക്ഷെ ഈ മണിയുടെ ആ ഒരു മുഴക്കം നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടേ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മളെ ഒരു പാട്ട് പാടി ഞെട്ടിച്ച നീയാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ. അതുകൊണ്ട് ഈ മണി ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം പ്ലീസ്. ശബ്ദം വരട്ടെ. പണി മുഴങ്ങണ കേൾക്കാം. ഞാൻ അടിച്ച് കേൾപ്പിച്ചു കൊടുക്കണോ? വേണ്ട. ബെസ്റ്റ് പെർഫോമർ ആരുമില്ല ചേട്ടാ. അല്ല ഞാൻ നല്ല പെർഫോമറാണ്. ഞാൻ അമേരിക്കയിൽ പോയി കഴിവ് തെളിയിച്ചു. ഞങ്ങൾ അവിടെ അറിയാം. പക്ഷേ ആ കഴിവ് ഞങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ. കുടുക്ക ബിരിയാണിയിലും ആരുടെയും കണ്ടില്ല. ശരി, കുടുക്ക ബിരിയാണി കഴിവ് ഞങ്ങൾ തെളിയിക്കും. പോരെ? ഓക്കെ. അപ്പൊ ഇതെല്ലാം വേണോ? എനിക്കുണ്ട വന്നല്ലേ അടി വേണ്ട. ഓക്കെ, അപ്പൊ എന്നാ അവിടെ ഇരുന്ന് ഗാലറിയിൽ ഇരുന്ന് കണ്ടോളൂ. നല്ല ഇത് ആക്ച്വലി വേദന എടുക്കും. അതാ കാണിച്ചു തരാന്ന്. ഞാനിത് അടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഷിയാസ് വരാന്ന് വേണ്ട. എന്നെ തല്ലണ്ട, ഞാൻ എന്നെ തന്നെ ഒന്ന് തല്ലി നോക്കാം. അങ്ങനെയല്ല, അത് അല്ല എന്നാലും ഒരു കാര്യം ചെയ്യാം. ഇവർക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊന്ന് ഹോട്ട് സീറ്റിൽ ഇരുന്ന് കണ്ടാൽ കാണാം. പ്ലീസ്. അപ്പൊ തോറ്റിട്ടുള്ളത് നമ്മുടെ ശശുവിന്റെ ടീമാണ്, ജയിച്ചിട്ടുള്ളത് നമ്മുടെ ബിൻചാന്റെ ടീമാണ്. അതുകൊണ്ട് തന്നെ അടിച്ചത് ഒന്നും നോക്കണ്ട, കേസ് ഞാൻ നടത്തും. ഇങ്ങോട്ട് വാ, എന്റെ പ്രതികാരം ഇങ്ങോട്ട് വാ. അടിച്ചവന്റെ താടി ഒന്നും കരിച്ചു കളഞ്ഞേരെ. എല്ലാം തൊട്ട് കിട്ടും. 1 2 3 ഗോ. ദൈവം എന്റെ കൂടെ അടി. ദൈവം സൂപ്പർ ചീറ്റിലായിരുന്നു. ഇപ്പൊ കാണമിയ ആഗ്രഹിച്ചത് എന്ത് വിരോധാഭാസാണ് നീ പറഞ്ഞേ? അവൾക്ക് തൃപ്തിയില്ല ഞാൻ അടിക്കാത്തോണ്ടേ. മാറ്റി. അയ്യോ 5
വേണ്ടി കരഞ്ഞിട്ടോ എന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. കൊതുകിനെ അടിച്ചിടും പോലെ അടിച്ചിടും. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ടീമിൽ തന്നെ ചാട്ടവാറ് മേടിച്ച് അടിക്കാൻ വിളിച്ചു. മോളെ നിന്റെ ശക്തി ആരോഗ്യമൊന്നും എന്റെ നെഞ്ചത്തല്ല കാണിക്കേണ്ടത് മോള്. മോളെ എന്നും പറഞ്ഞു 2, 3 go. വാഷിംഗ് പൗഡർ മാനം കാത്ത കൈ കുലുക്കി മീനാക്ഷി ഇറച്ചാക്ഷി ആരെയാണ് എന്നോട് 2, 3 എത്ര പോ ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. കുസു അടിക്കാനൊക്കെ മറന്നുപോയോ? പുള്ളി കുറെ നാളായി നോമ്പിലായിരുന്നു, ഇന്ന് ഫസ്റ്റ് അടിക്കുക. 1, 2, 3 go. പ്രിയമുള്ളവരെ അതിനെന്താണ് സുധിയുടെ അടി വൈറലായി. സുധിയുടെ അടി ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നിട്ട് അടിച്ച് വൈറലാക്കി കളഞ്ഞു. അതായത് ഇവിടെ നിയമമുണ്ട്, വേസ്റ്റിന്റെ മുകളിലേക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കിട്ടും. മഞ്ഞില് മൂത്തോരെ തല്ലാനുള്ള ഒരു അവസരമാണ്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ അത്ര നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. മനുഷ്യ ബോംബാണോ? മനുഷ്യ ബോംബാണോ? വാങ്ങുന്നത് നേരെ 1, 2, 3 go. ഫൈനലി അടി കിട്ടാത്തരാളെ തങ്കച്ചേട്ടൻ അടിക്കാൻ പറ്റില്ല. നമ്മുടെ ടീമിൽ നിന്ന് അയ്യോ തങ്കൂനെ ഞാൻ അങ്ങനെ തല്ലും. തങ്കച്ചേട്ടൻ എന്നെ അടിച്ചോ? ഞാൻ പറയാൻ വേണ്ടി അതെന്താന്നറിയാം, അവിടെയൊക്കെ ഫുള്ള് തഴമ്പിച്ചിരിക്കുകയാന്നേ. യൂഷ്വലി എല്ലാവരും അവനവനുള്ള അടി കൊള്ളാറ പതിവ്. തങ്കച്ചൻ ചേട്ടന് വേണ്ടിട്ട് അനു അത് ഏറ്റുവാങ്ങാന്ന് പറയാനുള്ള കാരണം എന്താണ്? അല്ല ഞാൻ പറഞ്ഞില്ലേ, തങ്കച്ചേട്ടന് സുഖമില്ല, കാലൊടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അത് മാത്രമല്ല, തങ്കച്ചേട്ടന് അത്ര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തങ്കച്ചേട്ടന് പകരം ഞാൻ അടി കൊള്ളും. അതായത് എനിക്കുള്ള സ്നേഹം അത്രയും ഞാനും കൊള്ളാൻ വേണേ. ഞാൻ ആടി കൊണ്ടോളാം തങ്കച്ചേട്ടന് വേണ്ടി. നീ അവിടെ പോയി ആവശ്യമില്ല. അല്ല ഒരു സെക്കൻഡ്, ഇവിടെ ഒരു കാര്യം പറയുന്നത് അതിന്റെ ഇടയ്ക്ക് മാട്ട കോമഡി ആയിട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇവിടെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഇവനോട് സ്നേഹമുണ്ട്, എന്നാൽ കുറച്ച് സ്പെഷ്യൽ സ്നേഹം ഇദ്ദേഹത്തിനുണ്ട്. അതിന്റെ പേരിലാണ് അടി മേടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, സ്വയം പറഞ്ഞതാണ്. അപ്പൊ തങ്കച്ചൻ ഇവിടെ ചോദിച്ചു എന്താണ് ആ സ്പെഷ്യൽ സ്നേഹം, അതൊന്നും അറിയണം. അല്ല എനിക്ക് പകരം അടി വാങ്ങാൻ അന്ന ഇറങ്ങി വന്നു, യായാനെ ഇറങ്ങി വരാൻ തയ്യാറാണ്. അപ്പൊ എനിക്ക് വേണ്ടി അനു അടി കൊള്ളാൻ തയ്യാർ അല്ല, അങ്ങനെ ഇതുവരെ വന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ? അപ്പൊ ആ സ്പെഷ്യൽ സ്നേഹം എന്താണെന്ന് അവർക്ക്, എനിക്കല്ല അവർക്ക് അറിയണമെന്നാണ്. എനിക്ക് അറിയേണ്ട കാര്യം റീസൺ അറിയണം, അതുപോലെ തന്നെ ഷോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. സോ വേഗം റീസൺ പറഞ്ഞിട്ട് ഞാൻ തങ്കച്ചേട്ടന് വേണ്ടിയാണ് ഞാൻ കൊള്ളും. കാരണം കൂടെ തങ്കച്ചേട്ടൻ അത്ര ഇഷ്ടമുള്ളത്. ഓക്കെ ഫൈൻ. എന്തർത്ഥത്തിലുള്ള ഇഷ്ടമാണ് അന്നയും ഈ സമയത്ത് വീണ്ടും അവന്റെ അതുമല്ല, ഇപ്പൊ തങ്കച്ചേട്ടൻ ഗെയിം കളിച്ചിട്ടില്ല. അപ്പൊ എന്തിനാണ് തങ്കച്ചേട്ടൻ നിനക്ക് റേറ്റിംഗ്? നീ വാ, എന്റെ തങ്കച്ചേട്ടന് വേണ്ടി ഞാൻ ഈ അടി ഏറ്റുവാങ്ങുന്നു. അത് ഇത് നിന്റെ മനസ്സിൽ നിന്ന് വന്നത് കൃത്യമായി. ചേട്ടാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. ഏത് ടീം? എന്റെ ആത്മാർത്ഥമായ സ്നേഹം തങ്കച്ചേട്ടാ, ഞാൻ വാങ്ങിച്ചോളാം അടി. പൊളിച്ച് മോള് പൊളിച്ച്. ചാൾസ് റോബരാജിൽ പോലും ഇത്ര ധൈര്യം ഞാൻ കണ്ടിട്ടില്ല. നീ ബിസിനസ് അത് പക്ഷെ ആ ഡയലോഗില് എന്റെ ഒറ്റക്കാലില് ഞാൻ അന്നേ ഇത് സ്നേഹം, ഇത് സ്നേഹം. ബാക്കിലല്ല കാര്യം, പിന്നെ ഇത് നാക്കിലാണ്, വാക്കിലെ ചതിയിലാ കാര്യം. ആലോചിക്കണം, അടി കിട്ടോട്ടെ. 2 മിനിറ്റ് അവൾ ആലോചിച്ചു, ഞാൻ ആലോചിച്ചു പോലും ചാടി ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ആലോചിക്കാതെ എടുത്ത് ചാടി പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും നാളും ആലോചിച്ചിട്ട് ഇവിടെ ചാടി വന്നോ? ഇല്ല, ഇപ്പോഴും ഈ കൊച്ചു ആലോചിക്കാതെ എടുത്ത് ചാടി.
അപ്പൊ ഇതിൽ അനു നിന്റെ റേറ്റിംഗ് താന്നു കൊച്ചെടുത്തോണ്ട് പോവുക. നീ പോയിരി അവിടെ. ഞാൻ എന്റെ ടീമിനാണെങ്കിലും കുഴപ്പമില്ല, എന്റെ കൊച്ചിനെ ഞാൻ തല്ലിക്കോളാം. ഓ ആ കെയറിംഗ് ഉണ്ടോ? ആ കെയറിംഗ് ഉണ്ടോ എന്റെ പൊന്നെ. ഓപ്പോസിറ്റ് ടീമിന് വേണ്ടി നമ്മുടെ ടീം അടികൊണ്ടു. അതാണ് സ്നേഹം. നിയമത്തിന്റെ വഴിക്ക് വിട്ടേട്ടെ, കുഴപ്പമില്ല. ഇല്ല അല്ല, എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അടി കൊള്ളാണ്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ തലയെ കൊണ്ട് വെക്കരുത്. ഞാൻ ആ സുലഭ നിമിഷം ഒന്ന് കണ്ടോട്ടെ. അയ്യോ മാറി നിൽക്ക്, ചീള് തെറിക്കും. 1 2 3 ഗോ. അതാണ് എന്റെ, അത് കറക്റ്റ് ആണ്. ഇനി ഒരു ചുടുചുംബനം കൊടുത്തിരിക്കും പോലെ. അതിന്റെ കറക്റ്റ് അതാണ്. അവൻ ഹഗ്ഗൊന്നും ഉദ്ദേശിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. സന്തോഷം. ഞങ്ങളുടെ ടീമിനെ കൂടെ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, ഞങ്ങളുടെ ആ മനസ്സ് നന്നായിരിക്കട്ടെ. അങ്ങനെ ഈ എപ്പിസോഡിന്റെ ക്ലൈമാക്സിൽ അനു ചമ്മി നമ്മുടെ അന്ന ചാക്കോയുടെ റേറ്റിംഗ് കയറി. അപ്പൊ ഇതിലും കൊണ്ടും കൊടുത്തും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി അടുത്ത ടീമിൽ ഇതിനുള്ള സ്വരുക്കൂട്ടലുകൾ ഇപ്പോഴേ നടക്കുന്നുണ്ടായിരിക്കും. അടുത്ത എപ്പിസോഡിലെ ടീം മെമ്പേഴ്സിന്റെ ബാക്കി നമുക്ക് വഴിയെ കാണാം അല്ലേ മിയ? എങ്ങനെയായിരുന്നു എൻജോയ് ചെയ്ത് ഇന്നത്തെ എപ്പിസോഡ്? തീർച്ചയായിട്ടും നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഫണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഈ ഒരു എനർജി എനിക്കുണ്ടാവും. ബാക്കി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് all of you, and now we are saying bye bye from Boja Paints by the Court Long Life Star Magic powered by Eastern, ChavraMatrimony.com, Scott Flivklina, Valdavanada, Easy Money, easy to make more money, Sheen Lac Water Based Wood Polish, and our online education partner Xylem MBBS Mobile Entrance App. Our special partner Chris Pello. Good night. 90+ മൈ ട്യൂഷൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും topsinger@flowers.tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ 811199909113 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയയ്ക്കുക.